ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവജനമേ, പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ കർത്താവിൻ്റെ സമാധാനവും നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. വളരെ വ്യക്തമായിട്ട് ഈശോ നിങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്, നിങ്ങളുടെ ഭാവി ഐശ്വര്യപൂർണമായിരിക്കും. അതാണ് 35-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ഇന്നലെ നമ്മൾ ശ്രവിച്ചു, നിങ്ങളുടെ ജീവിതം വരണ്ടുണങ്ങിയ അസ്ഥി പോലാണെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ അതിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന്. ഇന്ന് അതേ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയാണ്, നിൻ്റെ ജീവിതം വിജനദേശവും വരണ്ട പ്രദേശവും പോലെയാണെങ്കിൽ നീ സന്തോഷിക്കാൻ തുടങ്ങും. മരുഭൂമി പുഷ്പിക്കുമെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമ്മളത് അതിശയോക്തിയായിട്ട് എടുക്കത്തുള്ളൂ. എന്നാൽ കർത്താവ് പറയാണ്, മരുഭൂമി പോലെ ആയിരിക്കുന്ന എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ജീവിതം സന്തോഷപ്രദമായി മാറും. 3-ാം തിരുവചനത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ദുർബലമായ കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ നിങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെടുത്തിയിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. കർത്താവ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ, നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്കെതിരെ, നിങ്ങളുടെ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാൻ തയ്യാറായി വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആകുലപ്പെട്ട് ബലഹീനരായി നിൽക്കണ്ട, ധൈര്യം അവലംബിക്കുക എന്നാണ് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുമ്പോഴും കർത്താവ് തന്നിരിക്കുന്ന ഈ വാഗ്ദാനം, നിങ്ങളുടെ ഭാവി ഐശ്വര്യപൂർണമായി മാറും എന്നുള്ള ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.